സ്ത്രീകളുടെ സ്ഥാനങ്ങളുടെ സൗന്ദര്യം നിലനിർത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമായ ചില പൊടിക്കൈകൾ, ചില വിദ്യകൾ, ചില ആയുർവേദ കാഴ്ചപ്പാടുകൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. സ്ത്രീകളുടെ സ്ഥാനങ്ങൾ തൂങ്ങുന്നത് പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ചോ പ്രസവശേഷമോ ഒക്കെ സ്ത്രീകളുടെ സ്ഥാനങ്ങൾ തൂങ്ങി വരുന്നത് ആ സ്ത്രീ സൗന്ദര്യത്തിന് അല്പം മാറ്റി കുറയ്ക്കാനായിട്ടിടയുണ്ട്. അതുപോലെ തന്നെ സ്ഥാനങ്ങളിൽ കഠിനമായ വേദന അനുഭവപ്പെടുക, സ്ഥാനങ്ങൾക്ക് സ്ഥാനാർബുദ സാധ്യത, സ്ഥാനങ്ങൾക്കകത്ത് വളരുന്നതായ ലംപ്, സിസ്റ്റ്, ഗ്രോത്ത്, ഇത്തരം സംഗതികൾ, അതുപോലെ സ്ഥാനങ്ങളിലെ സ്തന്യഗ്രന്ഥികളിൽ മുലപ്പാല് ഉൽപാദനം കുറഞ്ഞു വരിക, ഇല്ലാതാകുന്നു. ഇതെല്ലാം തന്നെ സാധാരണ പറഞ്ഞു വരാറുള്ള ചില ബുദ്ധിമുട്ടുകളാണ്. ഇതെല്ലാം നിയന്ത്രിക്കുന്നതിന് ഇതിനെല്ലാം സഹായകരമായ ചില പൊടിക്കൈകൾ നിങ്ങൾക്ക് നിത്യജീവിതത്തിലും ഭക്ഷണത്തിലും ജീവിത രീതികളിലും വരുത്തേണ്ടതായ, ശ്രദ്ധിക്കേണ്ടതായ ചില മാറ്റങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പ്രതിപാദിക്കാം. ആയുർവേദ രീതിയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ആയുർവേദ തൈലങ്ങൾ ഉപയോഗിച്ച് ധനാഭ്യംഗം, ധനങ്ങളിൽ മസാജ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ സാഗിങ് നിയന്ത്രിക്കുന്നതിന്, പ്രോപ്പർ ആയിട്ടുള്ള നറിഷ്മെന്റ് കിട്ടുന്നതിന്, ആ സോഫ്റ്റ്നെസ്സും മാർദ്ദവും ആ തുടുപ്പും എല്ലാം നിലനിർത്തുന്നതിന് സഹായകരമാവുന്നതാണ്. ധനങ്ങൾ അഭ്യംഗം ചെയ്യുന്നത് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം. അതുപോലെ തന്നെ താഴെ നിന്ന് മുകളിലോട്ടായിരിക്കണം. ഈ രീതിയിൽ അനുയോജ്യമായിട്ട് തൈലങ്ങൾ ഉപയോഗിച്ചുള്ള മസാജ് തീർച്ചയായിട്ടും ആ ഫേംനെസ് നിലനിർത്തുന്നതിന് സഹായകരമാവുന്നതാണ്. ധന്വന്തരം തൈലം ഉപയോഗിച്ച് ഈ രീതിയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ദിവസേന ഒരു 5-10 മിനിറ്റ് സമയം ധനാഭ്യംഗം ചെയ്യുന്നത് ധനങ്ങളിലെ കോശങ്ങൾക്ക് വേണ്ടതായ പോഷകാംശം ലഭിക്കുന്നതിനും നറിഷ്മെന്റ് കിട്ടുന്നതിന്, അതുപോലെ ആ സാഗിങ് നിയന്ത്രിക്കുന്നതിന്, ധനങ്ങളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാവുന്നതാണ്. ഇതിനായിട്ട് ധന്വന്തരം തൈലം പൊതുവെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്ഥലങ്ങളിലെ സ്കിൻ ടെക്സ്ചർ, അതിന്റെ ക്വാളിറ്റിയും സോഫ്റ്റ്നെസ്സും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കുങ്കുമാതി തൈലോ നാൽപ്പാമരാതി തൈലോ ഈ രീതിയിൽ സ്ഥാനാഭ്യംഗത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ധന്വന്തരം തൈലം ഉപയോഗിക്കാം, കുങ്കുമാതി തൈലം ഉപയോഗിക്കാം, നാൽപ്പാമരാതി തൈലം ഉപയോഗിക്കാവുന്നതാണ്. ഇത് കിട്ടാത്ത പക്ഷം ഒലിവ് ഓയിൽ ആയാലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ശതാവരി കിഴങ്ങ് ഇടിച്ചു പിഴിഞ്ഞ നീര് നല്ലെണ്ണ ചേർത്ത് കാച്ചിയെടുക്കുന്ന തൈലം ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ ഉലുവ നല്ലെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് ആ തൈലം ഉപയോഗിക്കാം. ഇത് രണ്ടും മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാവുന്നതാണ്. ഒരു ആയുർവേദ ഡോക്ടർ കൺസൾട്ടേഷന് ശേഷം ഉള്ളിലേക്ക് വേണ്ടതായ ആയുർവേദ ഔഷധങ്ങൾ കൂടെ സേവിക്കുന്നത് തീർച്ചയായിട്ടും പ്രയോജനപ്രദമായിരിക്കും. ധനാഭ്യംഗം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് അത് വൃത്താകാരത്തിൽ സർക്കുലർ മൂവ്മെന്റ് ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ താഴെ നിന്ന് മുകളിലേക്കും അഭ്യംഗം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ധനങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കുന്നതിനായിട്ട് ശതാവരിക്കിഴങ്ങ് ഒരു പാൽക്കഷായം എന്നോണം നിത്യേന ശീലിക്കാവുന്നതാണ്. ഇതിന് ഏകദേശം ഒരു 30 ഗ്രാം മുതൽ 50 ഗ്രാം വരെ ശതാവരിക്കിഴങ്ങ് അതിന്റെ തൊലി കളയണം, അതിനകത്തുള്ള ആര് കളയണം, എന്നിട്ട് കഴുകി കൊത്തിനുറുക്കി ചതച്ചെടുത്തിട്ട് അതൊരു പരുത്തി ശീലയിൽ കിഴി കിട്ടിയിട്ട് ഒരു ഗ്ലാസ് പാലും അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചെറുതീകരിച്ചിങ്ങനെ ചെറുതായിട്ട് ഇളക്കി പാലളവാക്കി വറ്റിച്ചതിന് ശേഷം ആ കിഴി പിഴിഞ്ഞു കളഞ്ഞിട്ട് ആ പാല് നിത്യേന രാത്രി കിടക്കാൻ നേരത്ത് ഡിന്നർ കഴിച്ച് ഏകദേശം 1 മണിക്കൂറിന് ശേഷം പതിവായിട്ട് ഈ പാല് കുടിച്ച് കിടക്കാവുന്നതാണ്. ഇത് സ്ത്രീകളെ സംബന്ധിച്ച് ധനാരോഗ്യത്തിന് മാത്രമല്ല, മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന്, അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്ത്രീ രോഗങ്ങളെ തടയുന്നതിനും സഹായകരമാവുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഈസ്ട്രോജൻ ഹോർമോൺസിന്റെ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, ആ ഹോർമോണൽ ഇംബാലൻസിനെ ഇല്ലാതാക്കുന്നതിന്, ആ ഹോർമോണൽ ബാലൻസ് കീപ്പപ്പ് ചെയ്യുന്നതിന് സഹായകരമാവുന്നതാണ് ഈ ശതാവരി പാൽ കഷായം പതിവായിട്ട് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഉലുവയുണ്ടല്ലോ, 1 ടേബിൾ സ്പൂൺ ഉലുവ 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് അതിൽ നന്നായിട്ട് ചെറുതീകരിച്ച് വറ്റിച്ച് വേവിച്ചെടുത്തിട്ട് ആ ഉലുവ ചവച്ചരച്ച് ഭക്ഷിച്ചതിന് ശേഷം അതിന്റെ മീത പാല് കുടിക്കുന്നത്, ഇത് പതിവായിട്ട് സേവിക്കുകയാണെങ്കിലും സ്ത്രീകളുടെ ആരോഗ്യത്തിന് സഹായകരമാകുന്ന ഒരു സംഗതി തന്നെയാണ്. കൂടാതെ നിങ്ങൾക്ക് നിത്യേന ആൽമണ്ട് ഒക്കെ കഴിക്കാം, വാൽനട്ട് കഴിക്കാം, അതുപോലെ എള്ള് കഴിക്കാം. ഇതൊക്കെ സ്ത്രീകളുടെ സൗന്ദര്യവും സ്ത്രീകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടതായ ഘടകങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് അടങ്ങിയിട്ടുണ്ട്. ആൽമണ്ട് അഥവാ ബദാം കഴിക്കുമ്പോൾ ഏകദേശം 1 പിടി ബദാം എടുക്കുക, അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തലേ ദിവസം രാത്രി ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക, മുക്കി വെക്കുക. പിറ്റേന്ന് രാവിലെ ആ ബദാം നന്നായിട്ട് ചവച്ചരച്ച് വെറും വയറ്റില് പതിവായിട്ട് സേവിക്കുന്നത് തീർച്ചയായിട്ടും ആൽമണ്ടിന്റെ, ബദാമിന്റെ പോഷകങ്ങളൊക്കെ ശരീരത്തിലേക്ക് നല്ല രീതിയിൽ ആഗിരണം ചെയ്യുന്നതിന് സഹായകരമാവുന്നതാണ്. വാൽനട്ടും എള്ളുണ്ടയും അതുപോലെ നിത്യേന ഭക്ഷണത്തില് വൈകിട്ടൊക്കെ സ്നാക്ക് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്ക് വിശപ്പടക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് അമിത ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏകദേശം ഒരു 11 മണി 11:30 മണി സമയത്ത് ഈ രീതിയിൽ ആൽമണ്ട് കഴിക്കാം. ഇനി അതല്ലെങ്കിൽ വാൽനട്ട് കഴിക്കാം. ഇനി അതുപോലെ തന്നെ എള്ളുണ്ട ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. വിശപ്പ് നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായകരമാവുന്നതാണ്. ധനങ്ങളുടെ ആ ഫേംനെസ്സും ആ തുടുപ്പും എലാസ്റ്റിസിറ്റിയും ആ സ്കിൻ ടോണും ഒക്കെ നിലനിർത്തുന്നതിന് പാലും നെയ്യും വെളിച്ചെണ്ണയും ഒക്കെ മോഡറേറ്റ്ലി നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ആ സ്നിഗ്ധാംശം ശരീരത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. ധനങ്ങളുടെ ആരോഗ്യത്തിന് മാത്രമല്ല, സ്ത്രീ രോഗങ്ങൾ അകറ്റി നിർത്തുന്നതിന്, മറ്റു പല രോഗാവസ്ഥകളിൽ നിന്നും എല്ലാവർക്കും, പുരുഷന്മാർക്ക് പോലും നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോളും പുകവലിയും കഫിനേറ്റഡ് ഡ്രിങ്കും പ്രോസസ്ഡ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കുന്നത് അനിവാര്യമാണ്. ലൈഫ് സ്റ്റൈലിനെ പറ്റി പറയുമ്പോൾ, ജീവിതശൈലിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില സംഗതികൾ കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കാം. അതായത് ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള അടിവസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. ബ്രാക്കപ്പ് ഒക്കെ ഒരു ഫ്രീ സൈസ് ഉപയോഗിക്കുന്നതായിരിക്കും. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള അടിവസ്ത്രങ്ങൾ ഒഴിവാക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരത്തിൽ ആ ജലാംശം നിലനിർത്തുന്നതിനും പ്രോപ്പർ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടുന്നതിനും ഹോർമോണൽ ബാലൻസ് നിലനിർത്തുന്നതിനും സഹായകരമാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ യോഗാഭ്യാസം നിത്യേന ശീലിക്കാവുന്നതാണ്. സൂര്യ നമസ്കാരം നിങ്ങൾക്ക് കഴിയാവുന്ന പോലെ 3 സെറ്റോ 6 സെറ്റോ ഒക്കെ ചെയ്യാവുന്നതാണ്. സൂര്യ നമസ്കാരത്തിന് ശേഷം ഗോമുഖാസനവും ധനുരാസനവും ഭുജംഗാസനവും ഒക്കെ പതിവായിട്ട് ശീലിക്കുന്നത് ആ ചെസ്റ്റ് മസിൽസിനൊക്കെ ആ ഫേംനെസ്, സ്ട്രെങ്ത് നിലനിർത്തുന്നതിന് സഹായകരമാവുന്നതാണ്. യോഗാഭ്യാസത്തോടു കൂടെ തന്നെ പ്രാണായാമം, അനുലോമ വിലോമ പ്രാണായാമം ശീലിക്കുക, ഭ്രാമരി പ്രാണായാമം
വ്യായാമം ശീലിക്കുക. ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും ഇൻഡയറക്ട്ലി നിങ്ങൾക്ക് സഹായകരമാവുന്നതാണ്. മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റി ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക്, പുതിയ ജീവിത ശൈലിയിലേക്ക് കടക്കുകയാണ് പ്രസവശേഷം. ആ സിറ്റുവേഷനായിട്ട് അഡ്ജസ്റ്റഡ് ആവാനായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറെടുക്കുക. ദഹനമൊക്കെ കൃത്യമായിട്ട് നടക്കുന്നതിന്, ഗ്യാസ് ട്രബിളും ബ്ലൂട്ടിംഗ് ഒന്നും ഇല്ലാതിരിക്കുന്നതിനായിട്ട് ജീരകം ഇട്ട് വെന്ത വെള്ളം പതിവായിട്ട് കുടിക്കുന്നതല്ലാണ്. ജീരകം ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് 1-2 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. അത് അരിച്ചെടുത്ത് വെച്ചിട്ട് ഒരു ദിവസം കൊണ്ട് പതിവായിട്ട് കുടിക്കുന്നത് നല്ലതാണ്. മുൻപ് പറഞ്ഞ പോലെ ശതാവരി പാൽ കഷായം തയ്യാറാക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പശുവിൻ നെയ്യും കൂടെ മേമ്പൊടി ചേർത്തിട്ട് രാവിലെ വെറും വയറ്റില് പതിവായിട്ട് സേവിക്കുന്നതും മുലയൂട്ടുന്ന അമ്മമാരെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് ഗുണം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സ്ഥലങ്ങളിൽ ലംബ്, സിസ്റ്റ്, ഗ്രൂത്ത് ഇത്തരം സംഗതികൾ, ഇത്തരം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആരംഭഘട്ടത്തിൽ തന്നെ അറിയുന്നതിനായിട്ട് ഈ സ്തനാഭ്യംഗ സമയത്ത് തന്നെ നിങ്ങൾക്ക് പരിശോധന നടത്താവുന്നതാണ്. ശരീരത്തിലെ ആമാവസ്ഥ അടിഞ്ഞുകൂടാതിരിക്കുന്നതിനും ശരീരത്തിൽ അമിതമായിട്ട് വിഷാംശങ്ങൾ കെട്ടിക്കിടക്കാതിരിക്കുന്നതിനായിട്ട് ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നന്നായിട്ട് ലൈറ്റായിട്ട് എളുപ്പം ദഹിക്കുന്ന, നന്നായി പാചകം ചെയ്ത ആഹാരങ്ങൾ ആവശ്യാനുസരണം വിശപ്പിനനുസരിച്ച് നിങ്ങളുടെ ദേഹസ്ഥിതിക്ക് അനുസരിച്ച് മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് പോഷക സമൃദ്ധമാണെന്നും ശരീരത്തിന് ഹാനികരമാകുന്ന മറ്റൊന്നും അതിൽ അടങ്ങിയിട്ടില്ലെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. മഞ്ഞളും ത്രിപലിയും ഒക്കെ ഒരു നിശ്ചിത അളവിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിത്യേന ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത്, ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുന്നത് എല്ലാം തന്നെ തീർച്ചയായിട്ടും ശരീരത്തിലുണ്ടാകുന്ന ആ ദുഷ്ടപദാർത്ഥങ്ങളെ, ആ ഇൻഫെക്ഷനെ ഒക്കെ തടയുന്നതിന് സഹായകരമാവുന്നതാണ്. ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ടേഷന് ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ അളവിൽ ത്രിഫല ചൂർണം പതിവായിട്ട് കഴിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഇതിന്റെ കൂടെ മറ്റെന്തെങ്കിലും ഔഷധങ്ങൾ ആവശ്യമാണെങ്കിൽ അതും കൂടെ ശീലിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുളിക്കാനുള്ള വെള്ളമൊക്കെ ആര്യവേപ്പിലോ ആര്യവേപ്പിൻ തൊലിയോ ഒക്കെ ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ദേഹം കഴുകുന്നതിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസിൽ നിന്ന് നിങ്ങളുടെ ചർമ്മത്തെ സംരക്ഷിക്കുന്നതിന് സഹായകരമാവുന്നതാണ്. അതുപോലെ കുളിക്കാനുള്ള വെള്ളം തയ്യാറാക്കുമ്പോൾ രാമച്ചോക്ക് ചതച്ചിട്ട് വെന്ത വെള്ളം കൊണ്ട് ദേഹം കഴുകുന്നത് ശരീരത്തിൽ ആ തണുപ്പ് നിലനിർത്തുന്നതിന്, ശരീരത്തിൽ പിത്തദോഷം വർദ്ധിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറച്ചു കൊണ്ടുവരുന്നതിന്, ചർമ്മ സംരക്ഷണത്തിന്, ഹോർമോണൽ ഇംബാലൻസിന്, ശരീരത്തിലുണ്ടാകുന്ന ഹോട്ട് ഫ്ലാഷസും അമിതമായിട്ടുണ്ടാകുന്ന ചൂടും ഒക്കെ നിയന്ത്രിക്കുന്നതിന് പോലും സഹായകരമാണ് ഈ രാമച്ചം ഇട്ട് വെന്ത വെള്ളം കൊണ്ട് പതിവായിട്ട് കുളിക്കുന്നത്. പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ചോ പ്രസവശേഷമോ ഒക്കെ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഇല്ലാതാക്കുന്നതിന് ചന്ദനം റോസ് വാട്ടറും ചേർത്ത് അരച്ചെടുത്ത് സ്ഥലങ്ങളിൽ ലേപനം ചെയ്യുന്നത് സഹായകരമായിരിക്കും. ഇനി അതല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ലൊക്കെ സ്ഥലങ്ങളിൽ പുരട്ടിയിടുന്നത് ചർമ്മത്തിന്റെ ആ നാച്ചുറൽ ഗ്ലോ, ആ പ്രകൃതിദത്തമായ തിളക്കവും സോഫ്റ്റ്നെസ്സും ആർദ്രവും ഒക്കെ നിലനിർത്തുന്നതിന് സഹായകരമാവുന്നതാണ്. ഇതെല്ലാം തന്നെ നിത്യേന ശീലിക്കേണ്ടതാണ്. ഏതെങ്കിലും കുറച്ച് ദിവസങ്ങൾ മാത്രമോ ആഴ്ചകൾ മാത്രമോ അല്ല, ജീവിതത്തിന്റെ ഭാഗമാക്കി നിത്യേന ശീലിച്ചാല് സ്ഥലങ്ങളുടെ സൗന്ദര്യം നിലനിർത്തുന്നതിന്, പ്രായാധിക്യം ബാധിക്കാതിരിക്കുന്നതിന് എല്ലാം സഹായകരമാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ദേഹസ്ഥിതിക്ക്, ദോഷസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ വേണ്ടതായ ഭക്ഷണ രീതികളും ജീവിത രീതികളും ആവശ്യമെങ്കിൽ ഔഷധങ്ങളും ചിട്ടപ്പെടുത്തുന്നതിനായിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. സ്ത്രീരോഗങ്ങളെ പറ്റി വിശദമായിട്ട് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളിലെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കയറി കണ്ടിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്പെടുത്തുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത്തരം അറിവുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം.